എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 2-3 വാക്യങ്ങൾ. മത്തായി 18-2-3 വാക്യങ്ങൾ. അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗങ്ങളിൽ നമുക്ക് വിശ്വസിക്കാവുന്നതും സ്വീകരിക്കാവുന്നതും ഒരു മാനുഷിക നിലയിൽ എന്നതിനേക്കാൾ അപ്പുറമായി ചില കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്നുണ്ട്. നിക്കോദിമോസിനോട് യോഹന്നാൻ 3-ാം അധ്യായം 3 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത് വീണ്ടും ജനിക്കണം എന്നാണ്. അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യൻ വീണ്ടും ആത്മാവിനാൽ ജനിക്കപ്പെടണം എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനോ അത് കാണാനോ സാധിക്കുകയുള്ളൂ. പ്രകൃതിയാൽ നമ്മളെല്ലാം ഒരു തിന്മയുടെ ശക്തിക്ക് വിധേയരാണ്. നമ്മുടെ അനുസരണക്കേട് നമ്മെ അനുസരണക്കേടിൻ്റെ മക്കളാക്കി തീർത്തു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നാം ക്രോധത്തെ കാത്തിരിക്കുന്ന കോപത്തിൻ്റെ സന്തതികളായി. ഈ കാരണത്താൽ യഹൂദന്മാരുടെ ഇടയിലെ ബഹുമാന്യനായ നിക്കോദിമോസ് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞതിനെ മറ്റൊരു അർത്ഥത്തിലാണ് തിരിച്ച് പ്രതികരിക്കുന്നത്. പുതുതായി ജനിക്കുക എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഉയരത്തിൽ നിന്നും ജനിക്കുക എന്നാണ്. നമ്മുടെ സ്വാഭാവിക ജനനം താഴെ നിന്നുള്ളതാണ്, അതായത് ഒരു ജഡികമായ ജനനം. എന്നാൽ ഉയരത്തിൽ നിന്നുമുള്ള പുതുജനനം ആവശ്യമാണ്. ഈ വാക്ക് നിക്കോദിമോസിനെ കുറെ കൂടെയൊക്കെ പരിഭ്രമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നതിന് കാരണം അതാണ്. കർത്താവ് മുൻപ് പറഞ്ഞ കാര്യം അവനോട് വീണ്ടും വ്യക്തമായി പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിലുള്ള ജനനം വെള്ളത്താലുള്ള ജനനമാണ്. യഹൂദ റബിമാർ പറഞ്ഞിരിക്കുന്ന ഒരു യുഫേമിസമാണ് അങ്ങനെ. ജഡിക ജനനത്തിനാണ് വെള്ളത്താലുള്ള ജനനം എന്ന് പറയുന്നത്. ആത്മാവിനാലുള്ള ജനനമാണ് രണ്ടാമത് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ജനനം മുതൽ പാപം ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരുവൻ ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് സാധ്യമല്ല. ദൈവരാജ്യത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ദൈവത്തെയും ദൈവത്തിൻ്റെ രാജ്യത്തെയും ആസ്വദിക്കണമെങ്കിൽ അവനൊരു ദിവ്യ പ്രകൃതി അത്യാവശ്യമാണ്. ഇത് ലഭിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ജനനം മൂലമാണ്. ഇത് ആത്മാവിനാൽ ഉണ്ടാകുന്ന ജനനമാണ്. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇസ്രായേലിലെ ഒരു ഗുരു എന്ന നിലയിലാണ് നിക്കോദിമോസിനോട് ഇതൊക്കെ കർത്താവ് പറയുന്നത്. നിക്കോദിമോസ് ഇത് മനസ്സിലാക്കിയിട്ടും ബോൺ എഗൈൻ എന്നും ബോൺ ഫ്രം എബവ് എന്നും 2 അർത്ഥങ്ങളിലാണ് നിക്കോദിമോസിനോട് പറയുന്ന ഗ്രീക്ക് ഭാഷ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനോത്തയിൽ അതിൻ്റെ അർത്ഥം ഉയരത്തിൽ നിന്നുള്ള ജനനമെന്നും ബോൺ എഗൈൻ എന്നും 2
അർത്ഥതലങ്ങളുണ്ട്. ഒരു ക്ലാസിക്കൽ ഗ്രീക്ക് നന്നായി കൈകാര്യം ചെയ്ത് നിക്കോദിമോസിന് കർത്താവ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമായി മനസ്സിലായിട്ടും ഒന്ന് ഉരുണ്ട് കളിക്കുന്നതിൻ്റെ ശ്രമമാണ് വീണ്ടും ഒരു മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നത്. അതൊരു നീക്കുപോക്കാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് ജഡികമായ ഒരു ജനനം മാതാപിതാക്കളിലൂടെ ലഭിച്ചു. അതാണ് വെള്ളത്താലുള്ള ജനനം. എന്നാൽ വീണ്ടും ജനനം എന്ന് പറയുന്നത് ആത്മാവിനാലുള്ള ജനനമാണ്. നമ്മുടെ വിശുദ്ധ സ്നാപന ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതാണ്. അതെങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് ഒരു മാനുഷിക നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ തുടർന്ന് കർത്താവ് പറയുന്നു, കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും നമ്മൾ അറിയുന്നില്ല. അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ ഒരു പ്രവർത്തനത്തിൽ ചെറിയവരെന്നും വലിയവരെന്നുമില്ല, കുട്ടികളെന്നും മുതിർന്നവരെന്നുമില്ല. ദൈവം എല്ലാവരെയും സ്വീകരിക്കുന്ന ദൈവമാണ്. യഹൂദ റബിമാർ, പ്രത്യേകിച്ച് യഹൂദന്മാരെല്ലാവരും കുട്ടികൾക്ക് ഒരു പ്രധാന സ്ഥാനം നൽകിയിരുന്നില്ല. എന്നാൽ കർത്താവ് അതിന് നേർ വിപരീതമായി കുട്ടികളെ ദൈവം അംഗീകരിക്കുന്നു എന്ന് തൻ്റെ പ്രവൃത്തിയിലും വാക്കുകളിലും പ്രസ്താവിച്ചു. മാമോദിസ അല്ലെങ്കിൽ സ്നാപനം എന്ന ആ ഒരു കർമ്മത്തിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് ഈ രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഏത് പ്രായത്തിലും കർത്താവ് നമ്മളെ സ്വീകരിക്കും, അംഗീകരിക്കും. എന്നാൽ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ആകുമ്പോൾ കർത്താവിനെ സ്വീകരിക്കുക എന്നത് ഒരു പ്രധാന കാര്യമാണ്. അതിലേക്ക് നമ്മളെ വഴി നടത്തുന്നതാണ് അതിന് മുൻപുള്ള എല്ലാ കാര്യങ്ങളും. എല്ലാ മനുഷ്യരും വലിയവരാകണം എന്ന് പറയുമ്പോൾ കർത്താവ് മാത്രമാണ് ലോകചരിത്രത്തിൽ ഒരു മനുഷ്യൻ ചെറിയവനാകണം എന്ന് പറയുന്നത്. കുട്ടികളെ പോലെയാകണം. കുഞ്ഞുങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ നമ്മളായിത്തീരണമെന്ന് പറഞ്ഞത് കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്ന് താഴ്ന്ന് ഇറങ്ങി വരാൻ, എളിമപ്പെടാൻ, വിനയപ്പെടാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ സ്വർഗം മാനിക്കും, അംഗീകരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഉറക്കവും ഉണർവും ദാനമായി നൽകിയല്ലോ. വിധേയപ്പെട്ടും വിനയപ്പെട്ടും എളിമയോടും ജീവിക്കാൻ അങ്ങയുടെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആഹ്വാനത്തിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രഭാതം മുതൽ ഞങ്ങളുടെ ജീവിതചര്യയുടെ എല്ലാ മേഖലകളിലും അങ്ങനെയായിരിക്കാനുള്ള കൃപ നൽകണമേ. ദൈവത്തോടും മനുഷ്യരോടും വിധേയത്വത്തോടെ വിനയപ്പെട്ട് ജീവിപ്പാൻ, വിട്ടുകൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.